എനിക്ക് 90% മാർക്കുണ്ടായിരുന്നു. ഫുൾ A+ ആയിരുന്നു. പഠിച്ചത് മേലങ്ങാടി ഹൈസ്കൂളിലായിരുന്നു. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് മഞ്ചേരി HMYH സ്കൂളിലായിരുന്നു. അവിടെ കിട്ടിയില്ല. എനിക്ക് തേർഡ് ഓപ്ഷനായ EME ആണ് കിട്ടിയത്. അതും സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് കിട്ടിയത്. കൊണ്ടോട്ടിക്കാരനായ മുബഷിറിന് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ പോലും ഇഷ്ടപ്പെട്ട സ്കൂളിൽ പ്രവേശനം നേടാനായില്ല. 90% മുകളിൽ മാർക്ക് വാങ്ങിയിട്ടും മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് വരെ പ്രവേശനത്തിന് കാത്തിരിക്കേണ്ട മലപ്പുറത്തെ കുട്ടികളുടെ പ്രതിനിധിയാണ് മുബഷിർ. അൺഎയ്ഡഡ് സ്കൂളുകളിലടക്കം പ്രവേശനം നൽകിയാലും മലപ്പുറത്ത് 16,000-ലധികം കുട്ടികൾ സ്കൂളിന് പുറത്താകും. ധനകാര്യ വിദ്യാഭ്യാസ വകുപ്പുകൾ ഈ കുറവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ 2 പഞ്ചായത്തിൽ മാത്രമാണ് ഹയർ സെക്കൻഡറി ഇല്ലാത്തത്. ആകെയുള്ള 161 സ്കൂളുകളിൽ 50 സ്കൂളുകൾ അധിക ബാച്ചിനായി അപേക്ഷിച്ചിട്ടുമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാലാണ് ഇവ പിന്മാറുന്നത്. അപ്ഗ്രേഡ് ചെയ്യാനായി ഇനി അവശേഷിക്കുന്നതാകട്ടെ 19 സ്കൂൾ മാത്രവും. ഈ സാഹചര്യത്തിൽ സർക്കാർ പരിഗണിക്കുന്ന മൂന്നാമത്തെ പരിഹാരമാർഗങ്ങളും മലപ്പുറത്ത് ഫലപ്രദമാകില്ല. മലപ്പുറത്തിനു വേണ്ടി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് ജില്ലയിൽ നിന്നുയരുന്ന ആവശ്യം. ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെൻറ് തീരുമാനമെടുത്തു. സ്റ്റുഡൻസ് റേഷ്യോ നടപ്പാക്കി, സ്റ്റുഡൻസ് റേഷ്യോ മാനദണ്ഡമാക്കി പുതിയ +2 കോഴ്സുകളും ബാച്ചുകളും അനുവദിക്കണമെന്ന് തന്നെയാണ് MSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ആത്യന്തികമായ ആവശ്യം. A+ ഏറെയുണ്ടായിട്ടും പുറത്തിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ ആശങ്ക മലപ്പുറത്തുകാരനായ വിദ്യാഭ്യാസ മന്ത്രിയെങ്കിലും മനസ്സിലാക്കണമേ എന്ന പ്രാർത്ഥനയിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, മലപ്പുറം.